വയനാട് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല GHS മുന്നിലാണ്. 6 മാസങ്ങൾക്ക് മുമ്പേ എന്റെ തൊട്ടു പിന്നിൽ കാണുന്ന സ്കൂളിൽ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. 169ാമത് ബൂത്ത് ചൂരൽമല. ജൂലൈ 30 ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമലയിലെ 169ാം നമ്പർ പോളിംഗ് ബൂത്തിൽ 1260 വോട്ടർമാരിൽ 142 പേരുടെ ജീവനാണ് അന്ന് ഉരുളെടുത്തത്. ഓരോ തിരഞ്ഞെടുപ്പിലും സജീവമായി പ്രചാരണവും വോട്ടുറപ്പിക്കലും ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു ചൂരൽമല. ആളും ആരവങ്ങളും നിറഞ്ഞ കൊട്ടിക്കലാശം ഇത്തവണ ചൂരൽമലയിൽ ഉണ്ടായിരുന്നില്ല. ചൂരൽമല സ്കൂളിലെ ബൂത്തും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലവും ഒക്കെ ഓർമ്മയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിച്ചവരും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നവരും ഇന്ന് കൂടെയില്ലെന്ന് പലർക്കും വിശ്വസിക്കാനാകുന്നില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന പലരും ഇന്നില്ലെന്ന് പ്രവർത്തകർ സങ്കടത്തോടെ പറയുന്നു. ഇവിടെ എല്ലാ ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതിൽ വർക്ക് ചെയ്തതാണ്. നല്ല ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഉത്സവമാണ്, നാട്ടിലെ ഒരു ഉത്സവം പോലെയാണ് ഞങ്ങളത് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു 180 ആള് നമ്മളെ LDF-നകത്തിൽപ്പെട്ടതും പിന്നെ നമ്മളെ CPIന്റെ പാർട്ടിയിൽപ്പെട്ട പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ 82 ആൾക്കാരാണ് സംഘടനയ്ക്ക് നഷ്ടമായത്. അപ്പോൾ അതിൻ്റെ ഒരു പുറകോട്ടുള്ളൊരു ആളില്ലാത്തതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊരു 100-100 ആൾക്കാർ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളെ CPIന്റെ മൊത്തത്തിൽ LDF-ന്റെ ആൾക്കാരൊക്കെ പുറത്താണുള്ളത്. ഞങ്ങളിപ്പോൾ കുറഞ്ഞ ആളുകളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു ബൂത്ത് 11ാം ബൂത്ത് ഇപ്പോൾ മേപ്പാടിയാണ്, ബാക്കിയുള്ള 2 ബൂത്താണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മൂഡിലായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ഇതിനേക്കാൾ ഉത്സാഹത്തിലായിരുന്നു. പ്രാവശ്യം നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ, അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമുണ്ട്, ആളുകളൊക്കെ കുറവാണ്. അത് കഴിഞ്ഞ 6 മാസം മുന്നുണ്ടായ ഇലക്ഷനും ഈ ഇലക്ഷനും തമ്മിൽ എന്താ പറയുക, ഒരുപാട് വേദനകൾ മാത്രമാണ്. എന്നുവെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് അമ്മ പെങ്ങന്മാർ ഇവരെല്ലാം പോയതിൻ്റെ ഒരുപാട് വേദനകളുണ്ട്. ഉരുളെടുത്ത ചൂരൽമലയിലെ സ്കൂളിൽ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്നീ 3 പോളിംഗ് ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ചൂരൽമല സ്കൂളിലെ 169, 167 എന്നീ പോളിംഗ് ബൂത്തുകൾ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിലും 168 മുണ്ടക്കൈ ബൂത്ത് മേപ്പാടിയിലുമാക്കാനാണ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ റോഡിലെ പാർട്ടി പ്രവർത്തകരുടെ തിരക്കും ചൂരൽമല സ്കൂളിലെ വോട്ടർമാരുടെ നീണ്ട ക്യൂവുമില്ലാത്ത തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. ദുരന്തത്തിൽ ചൂരൽമലയിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്ന പലരും മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നതും ഈ തിരഞ്ഞെടുപ്പ് ദിവസമായിരിക്കും. വലിയൊരു മഹാദുരന്തത്തിന് ശേഷം ചൂരൽമലയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ടർ പട്ടികയിൽ 6 മാസത്തിന് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പേരുകളില്ല. കൂടെ പ്രവർത്തിച്ച പ്രവർത്തകരാരും തന്നെയില്ല. എങ്കിലും അവരുടെ ഓർമ്മയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇവിടെ അവസാനിക്കുകയാണ്. ക്യാമറാമാൻ സുൽത്താനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, ചൂരൽമല.